ഹായ് ഡിയർ വൺസ്, വെൽക്കം ടു ടൂൾസ് അക്കാഡമി. സെറ്റ് ഇംഗ്ലീഷിന്റെ ഒരു ഫൈനൽ പ്രിപ്പറേഷനിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ടോപ്പിക്സ്, ഫൈനൽ റിവിഷൻ സമയത്ത് നമുക്ക് എക്സ്പെക്റ്റഡ് ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ നമുക്ക് എല്ലാ ഏരിയസും കവർ ചെയ്ത് നമ്മളുടെ ഒരു റിവിഷൻ പ്രോപ്പർ ആൻഡ് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ സെറ്റ് ഇംഗ്ലീഷിന്റെ ഫൈനൽ റിവിഷന് സഹായിക്കുന്ന എക്സ്പെക്റ്റഡ് ടോപ്പിക്സും ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഭാഗമായിട്ട് നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേയും കൂടി ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ വീഡിയോയും കൂടി ചെക്ക് ചെയ്യണം. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സിന്റെ സബ് ടൈറ്റിൽ. നമുക്ക് ഈ റീസെന്റ് നടന്ന ഒരു കേറ്റഡ് പരീക്ഷ തൊട്ട് നമ്മൾ ഡിസംബറിൽ നടന്ന ജനുവരി 19 നടന്ന കേറ്റഡ് പരീക്ഷയിൽ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. വെയിറ്റിംഗ് ഫോർ ഗോദോയിൽ എത്ര ആക്ട് ഉണ്ട് എന്നായിരുന്നു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. ആക്ച്വലി നമുക്കൊരു വർക്ക് അറിയില്ലെങ്കിൽ വെയിറ്റിംഗ് ഫോർ ഗോദോയുടെ സബ് ടൈറ്റിൽ വരുന്നത് എ ട്രാജിക് കോമഡി ഇൻ 2 ആക്ട്സ് എന്നാണ്. അപ്പൊ നമുക്ക് അതിന്റെ ആൻസർ എഴുതാൻ പറ്റും 2 എന്ന് എഴുതാൻ പറ്റും. ആ ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല, വർക്കിന്റെ സബ് ടൈറ്റിലും ആയിട്ട് ബന്ധപ്പെട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. പിന്നെ ലിറ്ററേച്ചർ ആയത് കാരണം ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ഏരിയ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്കിൽ നിന്നുമുള്ള ക്ലോസിംഗ്, ഓപ്പണിംഗ് ലൈൻസ്, അതുപോലെ ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫ്രേസസ്, ഇതൊക്കെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നോക്കണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിറ്റററി വർക്ക്സ്, അത് എന്താ പറയാ, പഴയ വർക്ക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, അതേപോലെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വർക്ക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. അതായത് ഈവൻ നമുക്കറിയാം ഫസ്റ്റ് എപ്പിക് ആയിട്ടുള്ള ബെയോവുൾഫ്, അതുപോലെ ചോസറിന്റെ കാന്റംബറി ടെയിൽസ്, പിയേഴ്സ് ദ പ്ലോമാൻ, അങ്ങനത്തെ ക്ലാസിക്കൽ വർക്ക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന തസ്ലീമ നസ്രീന്റെ വർക്ക്സുകൾ, അങ്ങനത്തെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വർക്ക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട്. തസ്ലീമ നസ്രീൻ ലേറ്റസ്റ്റ് റൈറ്റർ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ നിലവിലുള്ള ഇപ്പോഴത്തെ റൈറ്റേഴ്സിന്റെ വർക്ക്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുപോലെ ക്യാരക്ടർ ലിസ്റ്റ്. ഒരു വർക്ക് നിങ്ങൾ പഠിച്ചു എന്നുള്ളതിന്റെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഉദാഹരണമാണ് നിങ്ങൾക്ക് ആ വർക്കിലെ ക്യാരക്ടേഴ്സിനെ അറിയുക എന്നുള്ളത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് നോക്കുന്നതിനൊപ്പം തന്നെ ആ വർക്കിലെ ക്യാരക്ടേഴ്സ് നോക്കുക. അത് പ്രൊട്ടാഗണിസ്റ്റിനെയും ആന്റഗോണിസ്റ്റിനെയും ഫീമെയിൽ ക്യാരക്ടറെയും ഒക്കെ നോക്കാൻ ശ്രദ്ധിക്കണം. ദെൻ പെഡഗോജിക്കൽ സെക്ഷൻ. നമുക്കൊരു 20 മാർക്സ് ഒക്കെ പെഡഗോജിക്കൽ സെക്ഷൻസ് എന്ന് വരും. പക്ഷെ പെഡഗോജിക്കൽ സെക്ഷനകത്ത് തിയററ്റിക്കൽ ആസ്പെക്ടിനേക്കാൾ കൂടുതൽ വരുന്നത് ഒരു ആപ്റ്റിറ്റ്യൂഡ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ദെൻ ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് ക്രിറ്റിസിസം മസ്റ്റ് ഏരിയ ആണ്. നമുക്ക് ലിംഗ്വിസ്റ്റിക്സിൽ നിന്നുള്ള കംപ്ലീറ്റ് സ്കോർ നമുക്ക് സെക്യൂർ ചെയ്യാവുന്ന സ്കോറാണ്. കാരണം അത്യാവശ്യം ലിംഗ്വിസ്റ്റിക്സിലെ കീ ടേംസ്, അതിൻ്റെ ഡെഫിനിഷൻസ്, ലിംഗ്വിസ്റ്റിക്സിലെ കീ റൈറ്റേഴ്സ്, ആ റൈറ്റേഴ്സിന്റെ മേജർ ടെക്സ്റ്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ലിംഗ്വിസ്റ്റിക്സിലെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ക്രിറ്റിസിസവും. ചോസർ ന്യൂ ക്ലാസ്സസ് നമ്മൾ നോക്കുവാണെങ്കിൽ ചോസർ, സ്പെൻസർ, ഷേക്സ്പിയർ, പോപ്പ്, മിൽട്ടൺ, ഡ്രൈഡൻ, ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൈറ്റേഴ്സ് ആണ്. ഇവരുടെ ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം. പിന്നെ റൊമാൻറ്റിക് തൊട്ട് വിക്ടോറിയൻസ് വരെ നോക്കുവാണെങ്കിൽ വേർഡ്സ്വർത്ത്, ഷെല്ലി, കീറ്റ്സ്, ജെയിൻ ഓസ്റ്റിൻ, മാത്യു ആർണൽഡ്, തോമസ് ആർഡി, ഇവരെ ആരെയും ഒഴിവാക്കരുത് കേട്ടോ. 20th സെഞ്ചുറി ലിറ്ററേച്ചർ നോക്കുവാണെങ്കിൽ എലിയറ്റ്, പിന്റർ, ബെക്കേറ്റ്, വെർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, ഇവരുടെയൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ്, ആ വർക്കിൽ മെൻഷൻ ചെയ്യുന്ന ക്യാരക്ടേഴ്സ്, അതിനകത്ത് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോട്ട്സ്, കാര്യങ്ങളൊക്കെ നോക്കുക. Then literary criticism theory, Resa, Dwayne, Aristotle, Plato, Longinus, Lacan, ecofeminism, feminism, അങ്ങനത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിട്ടിക്കൽ ആസ്പെക്ട്സും നോക്കുക. നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സിൽ നോക്കുമ്പോൾ ലിംഗ്വിസ്റ്റിക്സിന്റെ ആ ഒരു ഹിസ്റ്ററി, അതുപോലെ ഇൻഡോ യൂറോപ്യൻ ലാംഗ്വേജ് ഫാമിലി, ഗ്രിംസ് ലോ, വേർണേഴ്സ് ലോ, ലാംഗ്വേജിന്റെ സ്ട്രക്ചറുമായി ബന്ധപ്പെട്ട് വരുന്ന TG ഗ്രാമർ, അങ്ങനത്തെ കുറച്ച് നമ്മുടെ ലിംഗ്വിസ്റ്റിക്സിന്റെ ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ ലിംഗ്വിസ്റ്റിക്സിലെ കീ ടേംസുകളും കൂടെ നോക്കുക, കീ ടെക്സ്റ്റും കീ റൈറ്റേഴ്സും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എവ്രി മാൻ ഇസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഡാഷ് പ്ലേ. ഇത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, എപ്പോഴും വരുന്നുണ്ടാവും, പല പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. എവ്രി മാൻ എന്ന് പറയുന്ന ഏത് ടൈപ്പ് പ്ലേ ആണ്? മിറാക്കിൾ, മിസ്റ്ററി, മൊറാലിറ്റി ആൻഡ് ട്രാജിക്. നമുക്കറിയാം ആ ഒരു റിനൈസൻസ് ഏജിൽ ഈ ഒരു ടൈപ്സിന് ഭയങ്കര പ്രാധാന്യം ഉണ്ടായിരുന്നു എന്നും. ആൻഡ് എവ്രി മാൻ എന്ന് പറയുന്നതിന്റെ ആൻസർ വരുന്നത് മൊറാലിറ്റി പ്ലേ ആണ്. മൊറാലിറ്റി പ്ലേ എന്നാൽ അലഗോറിക്കൽ ഡ്രാമയാണ്, അല്ലെ?
യൂറോപ്പിൽ എസ്പെഷ്യലി 15th and 16th centuries നമ്മുടെ റിനൈസൻസ് ഏജിൽ പോപ്പുലർ ആയിരുന്ന ഒരു അലിഗോറിക്കൽ ഡ്രാമയാണ് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്നത് ക്യാരക്ടേഴ്സ് പേഴ്സിഫൈ മോറൽ ക്വാളിറ്റീസ് ആണ്. ചാരിറ്റി, വൈസ്, അങ്ങനത്തെ മോറൽ ലെസൺസ് അല്ലെങ്കിൽ മോറൽ വാല്യൂസ് ഒക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എഴുതിയിരുന്ന ഒരു ടൈപ്പ് പ്ലേ ആണ് മൊറാലിറ്റി പ്ലേ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മാച്ച് ദ ലൈൻസ് ആൻഡ് ദ പോയറ്റ് ഹു പെൻഡ് ഇറ്റ്. ഇത് നിങ്ങൾക്കറിയാം, ലിറ്ററേച്ചർ പേപ്പർ ആയത് കാരണം എപ്പോഴും വരുന്ന ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ലൈൻസും അതിന്റെ ഓതേഴ്സ് അല്ലെങ്കിൽ ലൈൻസ് അതിന്റെ വർക്ക്സ് ഒക്കെ മാച്ച് ചെയ്യാനായിട്ട്. അപ്പൊ ഇതിനകത്ത് തന്നെ പല ലൈൻസ് സിംഗിൾ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വന്നിട്ടുമുണ്ട്. ഫോർ ഗോഡ് സേക്ക് ഹോൾഡ് യുവർ ടങ് ആൻഡ് ലെറ്റ് മീ ലവ്. അത് ആരുടെ ലൈനാണ്? കാനണൈസേഷനിലെ ജോൺ ഡണ്ണിന്റെ ലൈനാണത്. ഹാഡ് വി ബട്ട് വേൾഡ് ഇനഫ് ആൻഡ് ടൈം, ആൻഡ്രൂ മാർവൽ. ഹാപ്പി ദോസ് ഡേയ്സ്, ഹെൻറി വോഗൻ. I have often wished to love what I shall do, Abraham Cowley. The right answer is C. Okay. ഇത് നിങ്ങൾ കണ്ട് മടുത്തിട്ടുണ്ടാവും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ. കാരണം കൃത്യമായിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് മനസ്സിലാകും അത്രമേൽ മാറി മറിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ലിറ്റൻ ശാസ്ത്രി wrote a collection of biographical sketches titled ഡാഷ്. ഏതാണ് ലിറ്റൻ ശാസ്ത്രി എന്ന് പറയുന്നത്? നമ്മുടെ he was one of the founding member of Bloomsbury Group. അതേപോലെ അദ്ദേഹത്തിനെ ഫേമസ് ആക്കിയത് അദ്ദേഹത്തിന്റെ ഒരൊറ്റ വർക്കാണ്, അത് എമിനന്റ് വിക്ടോറിയൻസ് ആണ്. ഓക്കെ, ഇദ്ദേഹമാണ് നമ്മുടെ he established a new form of biography in which psychological insight and sympathy are combined with irreverence and wit. ഒരു ബയോഗ്രഫിക്കൽ റൈറ്റിംഗ്സിന് ഒരു പുതിയ മാനം കൊണ്ടുവന്ന വ്യക്തിയായിരുന്നു ലിറ്റൻ ശാസ്ത്രി. ഇദ്ദേഹത്തിന്റെ ബയോഗ്രഫി ആയിട്ടുള്ള ക്യൂൻ വിക്ടോറിയ ജെയിംസ് ടീറ്റ് ബ്ലാക്ക് മെമ്മോറിയൽ പ്രൈസ് ഒക്കെ നേടിയിട്ടുള്ള ഒരു വർക്കാണ്. ഞാനിത് വീണ്ടും വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് പറയാൻ കാരണമുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എമിനന്റ് വിക്ടോറിയൻ ആസ് എ വർക്ക് ബൈ ഡാഷ്. ലിറ്റൻ ശാസ്ത്രി. ഇതിങ്ങനെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. എമിനന്റ് വിക്ടോറിയൻസ് എന്ന് പറയുന്നത് ലിറ്റൻ ശാസ്ത്രിയുടെ ഒരു വർക്കാണ്. 1918 1918 ഈ ഒരു ബുക്ക് ആദ്യമായിട്ട് പബ്ലിഷ് ചെയ്യപ്പെടുന്നത്. ഇതിനകത്ത് 4 ലീഡിംഗ് ഫിഗേഴ്സിന്റെ വിക്ടോറിയൻ ഇറയിലെ 4 ലീഡിംഗ് ഫിഗേഴ്സിന്റെ ബയോഗ്രഫീസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെ നോക്കിയിട്ട് ബാക്കി എക്സ്പ്ലനേഷൻ പറയാം. ഓക്കെ, എമിനന്റ് വിക്ടോറിയൻസ് ബൈ ലിറ്റൻ ശാസ്ത്രി ഇൻക്ലൂഡ്സ് എ പോർട്രേറ്റ് ഓഫ് ഡാഷ്. നമ്മൾ പറഞ്ഞു വിക്ടോറിയൻ ഇറയിലെ 4 പ്രധാനപ്പെട്ട ആളുകളുടെ ബയോഗ്രഫീസ് ആണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്നും അതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത ഒരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യം വന്നിട്ടുള്ളത്. കാർഡിനൽ മാൻലിംഗ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ, തോമസ് ആർണൽഡ്, ജി.സി. കോർഡാൻ. ഇവരാണ് ഈ 4 പേരെന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ള ഓപ്ഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ 4 പേരിൽ തന്നിട്ടുള്ളതിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതും മറ്റൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ദ ഓൺലി വുമൺ ഹു ഫൈൻഡ്സ് മെൻഷൻ ഇൻ ലിറ്റൻ ശാസ്ത്രിസ് ബയോഗ്രഫി എമിനന്റ് വിക്ടോറിയൻസ്. എമിനന്റ് വിക്ടോറിയൻസിലാകെ വരുന്ന സ്ത്രീ കഥാപാത്രം അല്ലെങ്കിൽ ഒരു ലേഡി പോർട്രേറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഫ്ലോറൻസ് നൈറ്റിംഗേൽ. ഇത് ഇനിയും നമ്മൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പല വർഷങ്ങളിലും പല രീതിയിലും ഈ ഒരു ഓതറെ കുറിച്ചിട്ടും ഈ ഒരു വർക്കും ബേസ് ചെയ്ത ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ഇതുപോലത്തെ കുറച്ച് ഏരിയാസ് ഒക്കെ പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുവാണെങ്കിൽ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അടുത്തത് ദ ക്വിൻസ്റ്റൺ ഓഫ് Ibsenism as a study of Ibsen's drama by dash.
ഇതൊരു കൈൻഡ് ഓഫ് എ റെയർ ക്വസ്റ്റ്യൻ ആണ്. എന്തുകൊണ്ട് ഇതൊരു റെയർ ക്വസ്റ്റ്യൻ ആയി എന്നാൽ നമ്മൾ ഇപ്പൊ ഇബ്സന്റെ ആണെങ്കിലും ഇബ്സന്റെ വർക്ക്സ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് പോവാറുണ്ട്. ഓപ്ഷൻസിൽ കൊടുത്തേക്കുന്ന ബെർണാഡ് ഷോ, ജോൺ റസ്കിൻ, മാത്യു ആർണോൾഡ്, ഓസ്കർ വൈൽഡ് ഇവരുടെയൊക്കെ വർക്ക്സും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഇവരുടെ ക്രിറ്റിസിസം റിലേറ്റഡ് ആയിട്ടുള്ള മാത്യു ആർണോൾഡിന്റെ ഒക്കെയാണ് നമ്മൾ നോക്കിയിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ ഈ ഒരു വർക്ക് നമുക്ക് അത്ര ഫെമിലർ ആയിട്ടുള്ള ഒരു വർക്ക് അല്ല. പക്ഷെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇത് ഒരു എസ്സേ ആണ്. ഇതിനകത്ത് നമ്മുടെ നൊവീരിയൻ റൈറ്റർ ആയിട്ടുള്ള ഹെൻറിക് ഇബ്സന്റെ വർക്ക്സിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് അനാലിസിസ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. അതായത് ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ള ഇതിന്റെ റൈറ്റർ ആരാണെന്നാണ്. ഇതിന്റെ റൈറ്റർ എന്ന് പറയുന്നത് ബെർണാഡ് ഷോ ആണ് ഇതിന്റെ റൈറ്റർ ആയിട്ട് വന്നിട്ടുള്ളത്. ബെർണാഡ് ഷോ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇബ്സനിസം അല്ലെങ്കിൽ ഈ പറയുന്ന എക്സ്പോസിഷൻ ഓഫ് ഇബ്സനിസം, അതായത് അദ്ദേഹം ഈ ഒരു കാര്യം ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അന്നത്തെ ഈ നമ്മുടെ ഹെൻറി ഇബ്സന്റെ വർക്ക്സ് അനലൈസ് ചെയ്യുന്നത് തന്നെ അന്നത്തെ ബ്രിട്ടീഷ് സൊസൈറ്റിയുടെ ഇൻപെർഫെക്ഷൻസും അന്നത്തെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ഇബ്സന്റെ വർക്ക്സിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് അനാലിസിസ് എസ്സേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അഡോൾഫ് ഫുഗാർഡ് ആസ് എ ഡാഷ്. നമ്മൾ ഫേമസ് ആയിട്ടുള്ള ഷേക്സ്പിയറെയും കോളറിഡ്ജിനെയും വേർഡ്സ്വർത്തിനെയും മാത്രം നോക്കിയിട്ട് പോയാൽ പോരാ, നമ്മുടെ ഇതുപോലത്തെ റൈറ്റേഴ്സിനെയും കൂടി നമ്മൾ നോക്കേണ്ടത് അത്യാവശ്യമാണ്. അതുൽ ഫുഗാർഡ് എന്ന് പറയുന്ന റൈറ്റർ ഏത് കാറ്റഗറിയിൽ പെടുന്ന തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ആരാണെന്ന് ചോദിച്ചിട്ടുള്ളത്. ഇദ്ദേഹം ഒരു സൗത്ത് ആഫ്രിക്കൻ പ്ലേ റൈറ്ററും ഡയറക്ടറുമാണ്. നോവലിസ്റ്റ് ആണ്, ആക്ടറാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സൗത്ത് ആഫ്രിക്കൻ പ്ലേ റൈറ്റും ഡയറക്ടറുമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള വർക്കിൽ ബ്ലഡ് നോട്ട് എന്ന് പറയുന്ന ഒരു വർക്ക് ഒക്കെ അറിയപ്പെടുന്നുണ്ട്. ആൻഡ് ഒരുപാട് അവാർഡുകളൊക്കെ റിസീവ് ചെയ്തിട്ടുള്ള റൈറ്ററാണ്. പക്ഷെ നമുക്ക് ചിലപ്പോൾ ഇദ്ദേഹത്തെ അത്ര ഫെമിലിയർ ആയെന്ന് വരത്തില്ല. അപ്പൊ നമ്മൾ ഫെമിലിയർ ഓതേഴ്സിനെ മാത്രമല്ല അൺഫെമിലിയർ ഓതേഴ്സിനെയും അവർ ഏത് ടൈപ്പ് ഓഫ് റൈറ്റിംഗ്സ് എഴുതുന്നവരാണ് എന്നും അവരുടെ നാഷണാലിറ്റിയും ചിലപ്പോൾ ഒക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇവരുടെ ബർത്ത് പ്ലേസ് ഒക്കെ ചോദിച്ചിട്ട് വരാറുണ്ട്. അങ്ങനത്തെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് നോക്കുന്നത് നല്ലതായിരിക്കും. Hopkins' Widower is written using a 4mm called. ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. സ്പ്രങ് റിഥമാണ്. ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ പേരിന്റെ ഒപ്പം നമുക്ക് ചേർത്ത് വായിക്കാൻ പറ്റുന്ന ഒരു റൈം സ്കീമാണ് സ്പ്രങ് റിഥം എന്ന് പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പിക്ക് ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ജെറാൾഡ് മാൻലി ഹോപ്കിൻസിന്റെ വിഡോവർ എന്ന് പറയുന്ന ഈ ഒരു പോയും സ്പ്രങ് റിഥം, ഇൻസ്കേപ്പ്, ഇൻസ്ട്രെസ് ഇത് മാറി മാറി എല്ലാ വർഷവും ഏതെങ്കിലുമൊക്കെ ടൈമിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നിങ്ങളിത് ചെക്ക് ചെയ്യാനായിട്ട് വിട്ടുപോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ബോക്ക് പോയം റെഫർ ടു എ സീരീസ് ഓഫ് പോയംസ് ബൈ ഡാഷ്. ബോക്ക് പോയംസ് എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മൈൻഡിൽ വരേണ്ട റൈറ്ററാണ് സീമസ് ഹീനി. കാരണം ഒരു പ്രത്യേക സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്, കുറച്ചും കൂടി ഒരു നാഷണൽ കോൺഷ്യസ്നെസ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളിൽ എറോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ കൈൻഡ് ഓഫ് റൈറ്റിംഗ് സീരീസ് കൊണ്ടുവന്ന റൈറ്റർ ആയിരുന്നു സീമസ് ഹീനിയുടെ ഈ ബോക്ക് പോയംസ് എന്ന് പറയുന്നത്. ഹാം ആൻഡ് ക്ലൂ ആർ ക്യാരക്ടേഴ്സ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. നമ്മൾ തന്നെ ക്ലാസ് പലപ്പോഴും യൂട്യൂബിൽ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എന്താണ് എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, കൃത്യമായിട്ട് നിങ്ങൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയത് കാരണം നിങ്ങൾ കൃത്യമായിട്ട് റൈറ്റേഴ്സും അവരുടെ പ്രധാനപ്പെട്ട വർക്ക്സും ആ പ്രധാനപ്പെട്ട വർക്ക്സിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ്, പ്രൊട്ടാഗണിസ്റ്റ്, ആന്റഗോണിസ്റ്റ് ഇത് ചെക്ക് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കണം എന്ന് നമ്മൾ പറയാറുണ്ട്. ആൻഡ് ഹാം ആൻഡ് ക്ലൂ എന്ന് പറയുന്ന ക്യാരക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് സാമുവൽ ബെക്കേറ്റ് ആണ്. അപ്പൊ നമുക്ക് ഡൗട്ട് ആവും ഇവർ ഏത് വർക്കിലെ ക്യാരക്ടേഴ്സ് ആണ് എന്ന്. ഹാം ആൻഡ് ക്ലൂ എന്ന് പറയുന്നത് സാമുവൽ ബെക്കേറ്റിന്റെ എൻഡ് ഗെയിം എന്ന് പറയുന്ന എപ്പിസോഡ് വർക്കിലെ ക്യാരക്ടേഴ്സ് ആണ്. എൻഡ് ഗെയിം എന്ന് പറയുന്നത് ഒരു ട്രാജിക് കോമിക് വർക്ക് ആണ്. 1 ആക്ട് പ്ലേ ആണ് എൻഡ് ഗെയിം എന്ന് പറയുന്നത്. ബ്ലൈൻഡും പാരലൈസ്ഡ് ആയിട്ട് പോയിട്ടുള്ള ഒരു എൽഡർലി മാനെ കുറിച്ചിട്ടാണ് ഈ ഒരു വർക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ
നമുക്കറിയാം സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ മാത്രമല്ല അദ്ദേഹത്തെ ഫേമസ് ആക്കിയതെന്ന്. അപ്പോൾ ഒരു റൈറ്ററെ നിങ്ങൾ പഠിക്കുവാണെങ്കിൽ ആ റൈറ്ററിന്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് പഠിക്കണം, അയാളുടെ പ്രധാനപ്പെട്ട വർക്ക്സ് പഠിക്കണം, ആ പ്രധാനപ്പെട്ട വർക്ക്സിലെ പ്രധാനപ്പെട്ട ക്യാരക്ടേഴ്സ് പഠിക്കണം. ടെറ്റിന്റെ പരീക്ഷയിൽ ഫസ്റ്റ് പേപ്പറിൽ വരുന്ന ഒരു ഏരിയ ആണ് ഈ സൈക്കോളജിക്കൽ സെക്ഷൻസ് എന്നൊക്കെ പറയണത്. പക്ഷെ നമുക്ക് വളരെ റെയർ ആയിട്ട് സ്ട്രേറ്റ് സൈക്കോളജിക്കൽ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് നമുക്ക് സെക്കൻഡ് പേപ്പറിലും കാണാനായിട്ട് സാധിക്കാറുണ്ട്. In educational psychology, dash refers to a period when the learner, regardless of their best efforts, seems to stop making visible progress. Visible progress ഒന്നുമില്ലാത്ത ഒരു ലേണറിന്റെ പീരീഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ലേണിംഗ് പ്ലേറ്റോ, ലേണിംഗ് കർവ് ഒക്കെ ഉണ്ടാവും. ഇവിടെ എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആക്ഷൻ കാണും, പക്ഷെ ഭയങ്കര സ്റ്റാഗ്നന്റ് ആയിട്ട് കെട്ടിക്കിടക്കുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും ഈ പറയുന്ന ലേണിംഗ് പ്ലേറ്റോ എന്ന് പറയുന്നത്. ആ സ്ട്രെയിറ്റ് ലൈൻ സൂചിപ്പിക്കുന്നത് അവിടെ യാതൊരുവിധ പ്രോഗ്രസ്സോ യാതൊരുവിധ എഫേർട്സോ നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലത്തെ സൈക്കോളജിക്കലി സ്ട്രെയിറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസും നമുക്ക് പേപ്പർ 2 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. The Stonewall Riot in 1969 marks the birth of Dash movement. നമുക്ക് ചില മൂവ്മെന്റ്സുകളെ കുറിച്ചും ചില ബാറ്റിൽസിനെ കുറിച്ചും ഒക്കെ നോക്കിയിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ചില ബാറ്റിലുകളിൽ പങ്കെടുത്തത് ആരാണെന്നും ചില ബാറ്റിലുകളുടെ ഏജ്, ചില റയറ്റ്സ് അല്ലെങ്കിൽ ബാറ്റിൽസിന്റെ ഒക്കെ പർട്ടിക്കുലർ ടൈം പീരീഡ്, അതിന്റെ വിന്നേഴ്സിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇതൊരു വ്യത്യസ്തമായ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റോൺ വാൾ റയോട്ട് എന്ന് പറയുന്ന 1969 നടന്നിട്ടുള്ള ഈ ഒരു റയോട്ട് എന്തിന്റെ മൂവ്മെന്റിന്റെ ബിഗിനിങ് ആണ് മാർക്ക് ചെയ്തത്? ദ ഗേ ലിബറേഷൻ, നമ്മുടെ LGBTQ അവരുടെ ഒരു ലിബറേഷനിന്റെ ഒരു മൂവ്മെന്റ് ആണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യപ്പെട്ടത്. Mabel Todd is remembered as the editor of the work of Dash. Editors, ഷേക്സ്പിയറിന്റെ ബുക്സിന്റെ എഡിറ്റേഴ്സ്, അവരുടെ ഷേക്സ്പിയറിന്റെ ഫസ്റ്റ് ഫോളിയോ എഡിറ്റേഴ്സ് ഒക്കെ എപ്പോഴും ക്വസ്റ്റ്യനിൽ വരാറുണ്ട്. പക്ഷെ നമുക്ക് ഇത് അത്ര പരിചയമില്ലാത്ത ഒരു എഡിറ്ററാണ്. പക്ഷെ നമുക്കിത് ഈ എഡിറ്ററിന്റെ എഡിറ്റ് ചെയ്യപ്പെട്ട വർക്ക്സ് ആരുടെയാണെന്ന് നമുക്കറിയാം, അല്ലെങ്കിൽ നമുക്ക് ആ ഓഥറെ നമുക്ക് അത്രയും ഫേമസ് ആണ്. എമിലി ഡിക്കൻസിന്റെ വർക്ക്സ് ആണ് മെബേൽ ടോഡ് എഡിറ്ററായിട്ട് വർക്ക് ചെയ്തത്. അപ്പൊ ഇതുപോലെ ഓരോ റൈറ്റേഴ്സിന്റെയും ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം നമ്മൾ കണ്ടിട്ട് പോകുന്ന പല ക്വസ്റ്റ്യൻസിലും പല റൈറ്റേഴ്സിലും അവരുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസിന് ഒരുപാട് പ്രാധാന്യം കെട്ടി പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്.